Hello guys, welcome back. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോബയോളജിയിലെ ടോപ്പിക്കാണ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പ്രോസസ് ബൈ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ഇൻക്ലൂഡിംഗ് ദ വൈറസ് സ്പോർസ് ആർ എയ്തർ ഡിസ്ട്രോയ്ഡ് ഓർ റിമൂവ്ഡ്. അതേസമയം ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ദി പ്രോസസ് ബൈ വിച്ച് ഡിസ്ട്രോയ് ഓർ റിമൂവൽ ഓഫ് പാത്തോജനിക് ഓർഗാനിസം ബട്ട് മേ ഓർ മേ നോട്ട് ഡിസ്ട്രോയ് ദി വയബിൾ സ്പോർസ്. ഇതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ് വരുന്നത്. അതുകൂടാതെ ഒരു വർക്കും കൂടി ഉണ്ട് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കൈൻഡ് ഓഫ് ഡിസിൻഫെക്റ്റൻ്റ് തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺ ദി ബോഡി സർഫസ്. ഓക്കെ, സ്റ്റെറിലൈസേഷനിലാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് ഓട്ടോക്ലേവ് ആണ്. ഓട്ടോക്ലേവ് നോക്കുന്നുണ്ട്. പിന്നുള്ളത് സ്റ്റീം സ്റ്റെറിലൈസ്ഡ് ആണ് ഓട്ടോക്ലേവ്. ഹോട്ട് എയർ ഓവൻ വിച്ച് ഇസ് ദി ഹീറ്റ് സ്റ്റെറിലൈസർ, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ, ദെൻ ഇത്തിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ. ഈ 3 സ്റ്റെറിലൈസറിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ദെൻ ഓൾസോ റേഡിയേഷൻസ്. ഓക്കെ, ദെൻ ഡിസിൻഫെക്റ്റൻറ്റിനകത്ത് നമ്മൾ പറയുന്നത് ഫോർമാലിറ്റിഹൈഡ്, അങ്ങനെ കുറച്ച് ഡിസിൻഫെക്റ്റൻസിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Sterilization and disinfection. First of all, what is sterilization? It is a process by which all living microorganisms, including the viable spores, are either destroyed or removed from an article, surface or medium. That's sterilization. Just in the process by which all living microorganisms, including the viable spores, are either destroyed or removed from an article, surface or medium. That's sterilization. Disinfection എന്ന് പറയുമ്പോൾ എന്താ the process that destroy or remove most pathogenic organism but may or may not destroy the bacterial spores. ഇവിടെ may or may not destroy the bacterial spores ആണ് disinfection. Sterilization എന്ന് പറയുമ്പോഴത്തേക്കും they will destroy the viable spores. Okay, either destroy or remove the viable spores. എന്തായാലും viable sporesനെ റിമൂവ് ചെയ്യുന്നുണ്ട്. Then classification of sterilization mainly. സ്റ്റെറിലൈസേഷൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബേസ്ഡ് ഓൺ ദി ഫിസിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഫിസിക്കൽ മെത്തേഡിലാണെങ്കിൽ ദർ ഈസ് ഹീറ്റ് ബേസ്ഡ് മെത്തേഡ് മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് വരുന്നതാണ്. സ്റ്റീം സ്റ്റെറിലൈസർ ദാറ്റ് ഈസ് ഓട്ടോക്ലേവ് ആൻഡ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ ഓർ ഹോട്ട് എയർ ഓവൻ ആണ് വരുന്നത്. ദെൻ ഫിൽട്രേഷൻ ഉണ്ട്, റേഡിയേഷൻ ലൈക്ക് അയനൈസേഷൻ ആൻഡ് നോൺ അയനൈസിങ് റേഡിയേഷൻസ് ആൻഡ് അതേഴ്സ് ലൈക്ക് ഇൻസിനറേഷൻസ് ആൻഡ് മൈക്രോവേവ്. കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ ആൻഡ് പ്ലാസ്മ സ്റ്റെറിലൈസർ ആണ് വരുന്നത് കെമിക്കൽ മെത്തേഡായിട്ട്. ദെൻ ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ ഹയർ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട് ആൻഡ് ലോവർ ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് ഉണ്ട്. ഫിസിക്കൽ മെത്തേഡ്സിൽ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് മാത്രമേ ഉള്ളൂ. അത് ഹീറ്റ് ബേസ്ഡ് ആണ്, മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസും ആൻഡ് ലെസ് ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ ബേസിൽ. മോർ ദാൻ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പാർച്ചുറേഷൻ ആൻഡ് ഇൻസ്പൈസേഷൻ ആണ്. ആൻഡ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബോയിലിംഗ്, സ്റ്റീമിംഗ് ആൻഡ് ടിൻഡലൈസേഷൻ. ദെൻ കെമിക്കൽ മെത്തേഡ്സ് ആയിട്ട് ഹയർ ലെവൽ ഡിസിൻഫെക്റ്റൻറ്റിനകത്ത് ആൽഡിഹൈഡ്സ് ലൈക്ക് ഗ്ലൂട്ടറാൽഡിഹൈഡ്, ഫോർമാൽഡിഹൈഡ്, ഓർത്തോഫ്താൽഡിഹൈഡ് എക്സെട്ര. ദെൻ അസറ്റിക് ആസിഡ്, ഹൈഡ്രോജൻ പെറോക്സൈഡ്. ഇൻ്റർമീഡിയറ്റ് ലെവലിലാണെങ്കിൽ ആൽക്കഹോൾസ് വരുന്നത്. ആൽക്കഹോൾസ്, ഫീനോൾസ്, ഹാലോജൻസ് ഒക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ലെവലിൽ വരുന്നത്. ലോവർ ലെവലിലോ ക്ലോർഹെക്സിഡിൻ, ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സ് ഒക്കെയാണ് ലോവർ ലെവൽ ഡിസിൻഫെക്റ്റൻ്റായിട്ട് വരുന്നത്. Then cleaning. Agents of cleaning includes physically ആണെങ്കിൽ automated washers such as ultrasonic washer disinfector and automated car washers. Okay, then chemical method ആണെങ്കിലോ enzymatic solution, detergents and soap. Then first method of sterilization, that is autoclave or steam sterilizer. അതിൻ്റെ പ്രിൻസിപ്പൽ എന്താ? അറ്റ് നോർമൽ പ്രഷർ ദി വാട്ടർ ബോയിൽസ് അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ബട്ട് വെൻ പ്രഷർ ഇൻസൈഡ് ദി വെസൽ raises, what happens? Temperature at which water boils also increases. നോർമൽ പ്രഷർ അനുസരിച്ച് വാട്ടർ ബോയിൽ ചെയ്യുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ക്ലോസ്ഡ് വെസലിൽ പ്രഷർ കൂട്ടിക്ക് എന്ത് പറ്റും? ബോയിൽ ചെയ്യുന്ന ടെമ്പറേച്ചറും കൂടും. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ. മെക്കാനിസം ഓഫ് ആക്ഷൻ. The moist heat destroy microorganism by irreversible coagulation, denaturation of the enzymes and structural protein. ആ ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ പ്രോട്ടീൻ എന്തൊക്കെ പറ്റും? ഡീനാച്ചുറേഷൻ ഓഫ് ദി എൻസൈംസ് നടക്കും, സ്ട്രക്ചറൽ പ്രോട്ടീൻ, ഇറിവേഴ്സിബിൾ കോയാഗുലേഷൻ ഒക്കെ വരും പ്രോട്ടീൻസിന്. ഓക്കെ, ദിസ് ഈസ് ഹൗ ഇറ്റ് ഡിസ്ട്രോയ്സ് ദി ഓർഗാനിസം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദേ ആർ സ്റ്റീം സ്റ്റെറിലൈസർ. സ്റ്റീം എന്ന് പറയുമ്പോൾ എന്താ? മോയ്സ്റ്റ് ഹീറ്റ് ആണല്ലോ സ്റ്റീം. സോ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്തായിരിക്കും? മോയ്സ്റ്റ് ഹീറ്റ് എന്ത് ചെയ്യും? ദേ വിൽ ഡിസ്ട്രോയ് ദി മൈക്രോ ഓർഗാനിസം ബൈ ഇറിവേഴ്സിബിൾ കോയാഗുലേഷൻ, ഡീനാച്ചുറേഷൻ ഓഫ് ദി എൻസൈംസ് ആൻഡ് സ്ട്രക്ചറൽ പ്രോട്ടീൻ. Then what are the component of steam sterilizer? ഇതാണ് steam sterilizer. It consists of a lid consists of safety valve, discharge tape and pressure gauge. Then it consists of pressure chamber and steam jacket, and also it consists of electric heater. ഇതാണ് ഇതിൻ്റെ components of steam sterilizer. Then procedure of steam sterilization. ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടീഷനിങ് ഫേസ് ഉണ്ടോ? കണ്ടീഷനിങ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും
when water boils, air get displaced by the steam, and that is air get displaced by the steam in the chamber. And then what happens, as steamine കുറച്ച് പ്രഷർ കൂടുതൽ, അതുകൊണ്ട് സ്റ്റീം പ്രഷർ as pressure increases to reach it at a desired set level. ഓക്കെ, സ്റ്റീം പ്രഷർ വിൽ സ്റ്റീം എന്ന് പറയുമ്പോൾ എയറിനേക്കാളും പ്രഷർ കൂടുതലുള്ള സാധനം. സോ എയർ ഡിസ്പ്ലേസ് ചെയ്ത് സ്റ്റീം വന്നു, അപ്പോൾ സ്റ്റീമിൻ്റെ പ്രഷർ കൂടുതലായിരിക്കും. ടു റീച്ച് ഇറ്റ് അറ്റ് എ ഡിസൈഡ് സെറ്റ് ലെവൽ, സേഫ്റ്റി വാൽവ് ഈസ് യൂസ്ഡ്. സേഫ്റ്റി വാൽവ് എന്ത് ചെയ്യും, ആ ഡിസൈഡ് ആയിട്ടുള്ള പ്രഷർ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രഷർ കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യും, അങ്ങനെ പ്രഷർ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് കണ്ടീഷനിങ് ഫേസ്. കണ്ടീഷനിങ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താ, പ്രോപ്പർ കണ്ടീഷൻ, അതിന് വേണ്ട ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അതിന് മെയിൻറ്റെയിൻ ചെയ്യുക. അതാണ് ഇനീഷ്യൽ സ്റ്റെപ്പ്. 121 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രോപ്പർ ടെമ്പറേച്ചർ വേണ്ടത്. ആൻഡ് ഫോർ 15 മിനിറ്റ്സ്, അതാണ് എക്സ്പോഷർ ഫേസിലാണ് ഹോൾഡിംഗ് വരുന്നത്. ദാറ്റ് ഇസ് എക്സ്പോഷർ ഫേസ് ഇസ് എ ഹോൾഡിംഗ് പീരിയഡ് ഓവർ 15 മിനിറ്റ്സ് അറ്റ് 121 ഡിഗ്രി സെൽഷ്യസ്. And the last phase is exhaust phase. Exhaust phase, that is electric heater switches off and allowed to cool till the atmospheric pressure, that is exhaust phase. മൂന്ന് phases ആണ് വരുന്ന പ്രൊസീജിയറിൽ, കണ്ടീഷനിങ് phase, exposure phase and exhaust phase. Then uses of the steam sterilizer. Uses which is sterilize heat and moisture resistant things like linen, surgical instruments. Then biomedical waste management യൂസ് ചെയ്യുന്നുണ്ട്, കൾച്ചർ മീഡിയ പ്രിപ്പറേഷനും യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് യൂസസ് ഓഫ് സ്റ്റീം സ്റ്റെറിലൈസർ. Then what are the precautions used in case of steam sterilizer? Waterproof materials cannot be used. ഓക്കെ, അപ്പോൾ വാട്ടർപ്രൂഫ് മെറ്റീരിയലിൻ്റെ സ്റ്റെറിലൈസേഷൻ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. കൂടാതെ ഷുഡ് നോട്ട് ബി ഓവർഫ്ലോഡ് ആൻഡ് സെപ്പറേറ്റ് സ്റ്റീം സ്റ്റെറിലൈസർ ഷുഡ് ബി യൂസ്ഡ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. സോ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് യൂസ് ചെയ്യുന്ന സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് നോർമൽ മെറ്റീരിയൽസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ളത് ആക്കി യൂസ് ചെയ്യാൻ വേണ്ട. സോ സെപ്പറേറ്റ് വേണ്ടി വരും. അതാണ് നെക്സ്റ്റ് പ്രിക്കോഷൻ. ദെൻ ടൈപ്സ്, ദർ ആർ ഹൊറിസോണ്ടൽ ടൈപ്പ് ആൻഡ് വെർട്ടിക്കൽ ടൈപ്പ്. ഹൊറിസോണ്ടൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ലാർജ് വോളിയം കണ്ടെയ്നറാണ്. വെർട്ടിക്കൽ ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്മോൾ വോളിയം കണ്ടെയ്നറാണ്. ദെൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഈ സ്റ്റീം സ്റ്റെറിലൈസറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ലോ കോസ്റ്റ്, ഫാസ്റ്റ്, ഈസിലി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ഫാസ്റ്റായി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും. അറൗണ്ട് 15 മിനിറ്റ്സ് ആണ് വരുന്നത്. ദെൻ ദേ ആർ നോൺ ടോക്സിക് ആൻഡ് ലീവ് നോ ബൈ പ്രൊഡക്ട്സ്. They are non-toxic and leaves no byproduct. Then disadvantages. Heat can damage acrylic, PVC, corrode some materials, etc. Okay. Heat can damage acrylics, PVC, and it can also corrode some materials. Then high temperature for prolonged time will shorten the lifespan of instrument. Instruments in the life they correct because of higher temperature for a prolonged time. It leaves watermark. Okay. It leaves a watermark stain or cloud sensitive material. So it causes clouding in sensitive material as well as watermark stain on the material. In sterilization control for the steam sterilizer is spores of geobacillus stearothermophilus. ഇത് ഈ പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ട്, സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഏതാണ്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണെന്ന്. അപ്പോൾ സ്പോർസ് ഓഫ് ജിയോബേസിലസ് സ്റ്റിയാരോതെർമോഫിലസ് ഉണ്ടോ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 12 to 15 മിനിറ്റ്സ്. ദെൻ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ പാക്ക് കൺട്രോൾ ആൻഡ് ഇൻറ്റേർണൽ പാക്ക് കൺട്രോൾ ആണ് കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ആൻഡ് ഫിസിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഡിജിറ്റൽ ഡിസ്പ്ലേ ഓൺ ദി എക്യുപ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഇസ് എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസർ. Ethylene oxide sterilizer is a gaseous chemical sterilant is used, okay, gaseous chemical sterilant in CSSD. Mechanism of action എന്ന് പറയുമ്പോഴത്തേക്കും broad microbicidal action including the spores causes alkylation of cell component. Okay, mechanism of action എങ്ങനെ ആയിരിക്കും? ബ്രോഡ് മൈക്രോബിസിഡൽ ആക്ഷൻ ഉണ്ട് ഇവർക്ക്, ഇൻക്ലൂഡിങ് സ്പോർട്സിനെ അവർ ഡിസ്ട്രോയ് ചെയ്യും, കോസിങ് ആൽക്കലൈസേഷൻ ഓഫ് ദി സെൽ കമ്പോണൻറ്റ്. നോ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ. ഇവർക്ക് 3 ഫേസാണ് വരുന്നത്: പ്രീ കണ്ടീഷനിങ്, സ്റ്റെറിലൈസേഷൻ ആൻഡ് എയറേഷൻ ഫേസസ്. ഫസ്റ്റ് വൺ ഇസ് പ്രീ കണ്ടീഷനിങ്. പ്രീ കണ്ടീഷനിങ് എന്ന് പറയുമ്പോഴത്തേക്കും എയർ ഈസ് റിമൂവ്ഡ് ആൻഡ് ദി വാക്യൂം ഈസ് ക്രിയേറ്റഡ് ഇൻ ദി ചേംബർ. ഫിസിക്കൽ കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ, pH ആർ സെറ്റ്. ഇതാണ് പ്രീ കണ്ടീഷനിങ്, കണ്ടീഷൻ ചെയ്യുന്നതിന് മുമ്പ്. നൗ സ്റ്റെറിലൈസേഷൻ ഡ്യൂറിങ് ദാറ്റ് ടൈം ETO, that is ethylene oxide is introduced, allowed to enter the chamber, and the 4 essential parameters like concentration, temperature, time and humidity is maintained. Sterilization ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് ഇസ് എയറേഷൻ. എയറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡീഗ്യാസിങ് ആണ്. ഈ എത്തിലീൻ ഓക്സൈഡ്സ് ആണല്ലോ ഇനീഷ്യലി ഇവിടെ ഇപ്പോൾ ഉള്ളത്. ഫുൾ സിലിണ്ടറിലുള്ള എത്തിലീൻ ഓക്സൈഡിനെ എന്ത് ചെയ്യണം, ഗ്യാസായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണം. ദാറ്റ് ഇസ് 8 to 12 hours എടുക്കും ടു റിമൂവ് ദി റെസിഡ്യുവൽ എത്തിലീൻ ഓക്സൈഡ് ഫ്രം ദി സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, ട്യൂബ്സ് എക്സെട്ര, ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി
ടോക്സിക്. ഈ എത്രയും ഓക്സൈഡ് ഈസ് ഹൈലി ടോക്സിക്. ആഫ്റ്റർ യൂസ് എന്ത് ചെയ്യണം? എത്രയും ഓക്സൈഡിനെ റിമൂവ് ചെയ്യണം. സോ എയറേഷൻ ചെയ്യും. നെക്സ്റ്റ് ഈസ് യൂസസ് ഓഫ് എത്തിലീൻ ഓക്സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ, സ്റ്റെറിലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലേ. മോയ്സ്റ്റ് ഓർ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള തിങ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയും ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നത്. ഹീറ്റ് ആൻഡ് മോയ്സ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള അവർ. അപ്പോൾ അവർക്ക് ഓട്ടോക്ലേവ് നടക്കത്തില്ല. കാരണം ഒരു സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് അല്ലേ. സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറയുമ്പോൾ എന്താ, മോയ്സ്റ്റ് ഓർ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിന് യൂസ് ചെയ്യാൻ പറ്റും. Sutures, catheter, stent, then devices with electric components, respiratory and dental equipments, assembled complex devices are used. Okay, from devices include sutures, catheter, stent, then devices with electronic components, respiratory and dental equipments, and assembled complex devices are used. ഈ എക്യുപ്മെൻസിൻ്റെ ഒക്കെ സ്റ്റെറിലൈസേഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇതൊരു ലാർജ് ചേമ്പർ കപ്പാസിറ്റി ഉള്ള ഒരു സ്റ്റെറിലൈസറാണ്. സ്യൂട്ടബിൾ ഫോർ ദി ഹീറ്റ് സെൻസിറ്റീവ് ഐറ്റംസ് ആൻഡ് ഹൈ പെനിട്രേഷൻ പവർ ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ്, they are highly inflammable, carcinogenic, irritant and explosive. They are highly inflammable, carcinogenic, irritant and explosive ആണ്. ലോങ് ഡ്യൂറേഷനിൽ about 12 to 15 hours എടുക്കും എത്തിലീൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷന്. നെക്സ്റ്റ് ഈസ് പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടില്ല. സോ വിൽ മൂവ് ഓൺ ടു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ ഓർ ഹോട്ട് എയർ ഓവൻ. ഹോട്ട് എയർ ഓവൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ദാറ്റ് മൈറ്റ് ബി ഡാമേജ്ഡ് ബൈ ദി മോയിസ്റ്റ് ഹീറ്റ് or that are impenetrable to the moist heat are used as sterilized using dry heat sterilizer. or hot air oven എന്ന് പറയുമ്പോൾ എന്താ, മോയിസ്റ്റ് ഹീറ്റ് അല്ല ഇവിടെ, ഡ്രൈ ഹീറ്റാണ് വരുന്നത്. അതുകൊണ്ടാണ് ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈ ഹീറ്റ് ആക്ട് ബൈ ഓക്സിഡേഷൻ ഓഫ് ദി സെൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. സോ എന്ത് ചെയ്യുന്ന ഡ്രൈ ഹീറ്റ്? ഹോട്ട് എയർ ഓവനിൽ ഡ്രൈ ഹീറ്റാണ് വരുന്നത്. അപ്പോൾ ഡ്രൈ ഹീറ്റ് എന്താ ചെയ്യും? ദേ കോസസ് ഓക്സിഡേഷൻ ഓഫ് ദി സെൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. നോർമലി 170 ഡിഗ്രി ഫോർ 60 മിനിറ്റ്സ് വെക്കും, ഇല്ലെങ്കിൽ 160 ഡിഗ്രി ഫോർ 120 മിനിറ്റ്സ് ഓർ 150 ഡിഗ്രി ഫോർ 150 മിനിറ്റ്സ്. മോസ്റ്റ് കോമൺലി 170 ഡിഗ്രി ഫോർ 60 മിനിറ്റ്സ് ആണ്. ദെൻ അഡ്വാൻറ്റേജ് ഓഫ് ഹോട്ട് എയർ ഓവൻ ഓവർ സ്റ്റീം സ്റ്റെറിലൈസർ എന്താ? ദേ ആർ നോൺ ടോക്സിക് ആണ്, ലോ കോസ്റ്റ്, പെനിട്രേറ്റ്സ് ഇൻ ടു ദി മെറ്റീരിയൽ ആൻഡ് ദേ ആർ നോൺ കൊറോസീവ്. സ്റ്റീം സ്റ്റെറിലൈസർ കൊറോസീവ് ആയിരുന്നു, അതാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. അതും ഈ ഹോട്ട് എയർ ഓവൻ്റെ അഡ്വാൻറ്റേജ്. പെനിട്രേഷൻ ഇൻ ടു ദി മെറ്റീരിയൽ, ലോ കോസ്റ്റ് ആണ്, ദെൻ ദേ ആർ നോൺ ടോക്സിക്. ഇത് എത്തിലീൻ ഓക്സൈഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ്, ടോക്സിക് ആണെന്നുള്ളത്. അത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസറിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, ദേ ആർ നോട്ട് ടോക്സിക്. ഡിസഡ്വാൻറ്റേജ്, then high temperature not suitable for most of the material. So this method cannot be used in most of the cases. Sterilization control of dry heat sterilizer or hot air oven is spores of Bacillus anthrophus, ATROPHAEUS. pronunciation correct അറിയില്ല. Bacillus anthrophus ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റീം സ്റ്റെറിലൈസറിൻ്റെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ എന്തായിരുന്നു? ജിയോബാസിലസ് സ്റ്റിയറ തെർമോഫിലസ് ആയിരുന്നു. വേറെ ഇൻ കേസ് ഓഫ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസർ ഓർ ഹോട്ട് എയർ ഓവൻ്റെ എന്താണ്? ബാസിലസ് അട്രോഫിയസ്. റേഡിയേഷൻ ഓർ കോൾഡ് സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ ഓർ കോൾഡ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അയനൈസിങ് റേഡിയേഷനും ഉണ്ട്, നോൺ അയനൈസിങ് റേഡിയേഷനും ഉണ്ട്. അയനൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ മെയിൻലി യൂസ് എന്തിനാണ്? ലോ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഈ റേഡിയേഷൻ എന്ന് പറയുമ്പോൾ എന്താ, ജനറലി ഒരു ലോ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. മെറ്റീരിയൽ വിച്ച് കനോട്ട് വിത്ത്സ്റ്റാൻഡ് ഹയർ ടെമ്പറേച്ചർ, ഈ മെറ്റീരിയൽസിന് റേഡിയേഷൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് റേഡിയേഷൻ ഇസ് ഓൾസോ നോൺ ആസ് കോൾഡ് സ്റ്റെറിലൈസേഷൻ. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ യൂസ് വരുന്നത് ലോ ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ മെത്തേഡായിട്ടാണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, അയനൈസേഷൻ ലീഡിങ് ടു ദി ബ്രേക്ക് ഡൗൺ ഓഫ് DNA. ഓക്കെ, DNA ബ്രേക്കേജ് സംഭവിക്കും. അങ്ങനെയാണ് അയനൈസേഷൻ റേഡിയേഷൻ വർക്ക് ചെയ്യുന്നത്. മെക്കാനിസം വരുന്നത്. ദെൻ അഡ്വാൻറ്റേജ് എന്താ? ദേ ആർ ഹൈ പെനിട്രേഷൻ പവർ, ദേ ഹാവ് ഹൈ പെനിട്രേഷൻ പവർ, റാപ്പിഡിറ്റി ഓഫ് ആക്ഷൻ ആൻഡ് ടെമ്പറേച്ചർ ഈസ് നോട്ട് റേസ്ഡ്. ഇവർക്ക് ലോ ടെമ്പറേച്ചറിലാണല്ലോ വർക്ക് ചെയ്തത്, അപ്പോൾ ടെമ്പറേച്ചർ റേസ് ആവുന്നില്ല. റാപ്പിഡിറ്റി ഓഫ് ആക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ ദെൻ ദേ ഹാവ് ഹൈ പെനിട്രേഷൻ പവർ. ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഹൈ കോസ്റ്റ് ഇസ് ദി ഡിസഡ്വാൻറ്റേജ്. ആൻഡ് ഇവിടുത്തെ സ്റ്റെറിലൈസേഷൻ കൺട്രോളായിട്ട് യൂസ് ചെയ്യുന്നത് ബാസിലസ് പ്യൂമിലസ് ആണ്. ഓക്കെ, ബാസിലസ് പ്യൂമിലസ് ആണ് സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഫോർ റേഡിയേഷൻ. അയനൈസിങ് റേഡിയേഷൻ, നോൺ അയനൈസിങ് റേഡിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടെണ്ണമാണുള്ളത്, ഇൻഫ്രാറെഡ് റേഡിയേഷനും UV റേഡിയേഷനും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദി sterilization methods. Now we are moving on to disinfectant. So ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബോഡിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല. ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദി കെമിക്കൽസ് വിച്ച് ഈസ് യൂസ്ഡ് ടു
ക്ലീൻ ദി സറൗണ്ടിങ്സ് അല്ലേ, മീഡിയ സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റൻറ്റ്. ഓക്കെ, ദെൻ ഫോർമാൽഡിഹൈഡ്. Disinfectant, one of the disinfectant and formaldehyde. Formaldehyde produces irritating fumes and pungent odor and also a potent carcinogen ആണ് formaldehyde. They are used in case of operation theatre. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ക്ലീനിങ്ങിന് യൂസ് ചെയ്യുന്നത് formaldehyde ആണ്. ആൻഡ് they have very irritating fumes and pungent odor and also they are potent carcinogen. ഇത് കൂടാതെ സ്പൊറാഡിക് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേറെ കുറച്ച് ഡിസിൻഫെക്റ്റൻ്റ് കൂടെ ഉണ്ട്. ഫോർമാൽഡിഹൈഡ് അല്ലാതെ ഗ്ലൂട്ടറാൾഡിഹൈഡ്, പാരാസിറ്റിക് ആസിഡ് ആൻഡ് പെറോക്സൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫോർമാൽഡിഹൈഡ് ഒക്കെയാണ് സ്പൊറാഡിക് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിനോൾ ഗ്രൂപ്പ്സ് വരുന്നവരൊക്കെ നേരത്തെ വരുന്ന ആൽക്കഹോൾ, ഫീനോൾ, ഹാലോജൻസ് ഒക്കെ എന്താ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻ്റ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റൻ്റ് വരുന്നവരാണ്. അപ്പോൾ ഫിനോൾസ് വരുമ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ദേ ആക്ട് ആസ് പ്രോട്ടോപ്ലാസ്മിഡ് പോയിസൺ. സോ ഫിനോൾസ് ആക്ട്സ് ആസ് protoplasmin poison. They disturb the cell wall and precipitate the cell protein. They disturb the cell wall and precipitate cell protein. Uses of disinfectant എന്ന് പറയുമ്പോഴത്തേക്കും ലൈസോൾ, ക്രിസോൾസ് ഒക്കെയാണ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടുള്ളത്. ബെഡ് സൈഡ് ടേബിൾ, ലാബ് സർഫസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യും. 5% ഫിനോൾ ഈസ് യൂസ്ഡ് ആസ് ഡിസിൻഫെക്റ്റൻറ്റ് ഫോർ സ്പ്യൂട്ടം ഡിസിൻഫെക്ഷൻ യൂസ് ചെയ്യുന്നത് എന്താ 5% ഫിനോളാണ്. ഓക്കെ, ദെൻ യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ് ലൈക്ക് ക്ലോർസൈലിനോൾ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ അഡ്വാൻറ്റേജ്. ലൈക്ക് ഫീനോൾ അഡ്വാൻറ്റേജ് ആണ് ദ റിട്ടേൺ ആക്ടിവിറ്റി ഇൻ ദി പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. സോ ഈ ഒരു ഫീനോൾ എന്നുള്ളത് റിമെയിൻ ആക്റ്റീവ് ഈവൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ. ഡിസഡ്വാൻറ്റേജ് എന്താ ഹൈപ്പർ ബിലിറൂബിനീമിയ ഇൻ infant. It causes hyperbilirubinemia in infants. Okay, then alcohol, phenol, halogen, radiation all considered as sporadic disinfectant. Okay, or sporocidal disinfectant. സ്പോറിനെ കില്ല് ചെയ്യാത്ത ഡിസിൻഫെക്റ്റൻ്റ്. സ്പോറിനെ കില്ല് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് എന്തൊക്കെയാണ്? കില്ലല്ല, ഡിസ്ട്രോയ് റിമൂവ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻ്റ് ഏതൊക്കെയാണെന്ന് പറഞ്ഞത് ഗ്ലൂട്ടറാൾഡിഹൈഡ്, ഹൈഡ്രജൻ പെറോക്സൈഡ്, പെറാസിറ്റിക് ആസിഡ് ആൻഡ് ഫോർമാൽഡിഹൈഡ്. നെക്സ്റ്റ് ഈസ് ഹീറ്റ് ബേസ്ഡ് മെത്തേഡ്. ഹീറ്റ് ബേസ്ഡ് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും പാർച്ചുറേഷനാണ്. പാർച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഡിസ്ട്രോയിങ് ദി ഫുഡ് സ്പോയിലിംഗ് ഓർഗാനിസംസ് ഇൻ ദി മിൽക്ക് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ് and thereby extending their shelf life. That is heat based method, parturition. Inspiration എന്ന് പറയുമ്പോൾ എന്താ? ഇൻസ്പൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റെറിലൈസ്ഡ് ബൈ ഹീറ്റിംഗ് അറ്റ് 80 to 85 degree for 30 minutes which will kill spores. It is used in case of culture media. അപ്പോൾ കൾച്ചർ മീഡിയയുടെ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന എങ്ങനെ കൾച്ചർ മീഡിയാസ് ഒക്കെ യൂസിങ് ഇൻസ്പൈസേഷൻ, ഹീറ്റിംഗ് ഫോർ 80 to 85 degree for 30 minutes will kill spores. മിൽക്കൊക്കെ ആണെങ്കിൽ പാർച്ചുറേഷൻ. Then boiling at 100 degrees Celsius kill vegetative form but not spores. Vegetative form of bacteria kill boiling at 100 degree but spore kill. But steaming at 100 degree where temperature is raised above 100 degree, materials are not suitable for autoclaves are disinfected using steaming. Some materials which cannot withstand higher temperature is disinfected using steaming at 100 degrees Celsius. Okay. Next is sterilization. Sterilization or intermittent sterilization. That is heat at 100 degrees Celsius for 20 minutes ചെയ്തിട്ടാണ് sterilization ചെയ്തത്. And they are used to disinfect gelatin, egg and serum containing media. അപ്പോൾ media which consists of gelatin, egg and serum അതൊക്കെ ഡിസിൻഫെക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താ? sterilization or intermittent sterilization. Sterilizes common sterilizing agents or disinfectants used in hospital and their applications. ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റെറിലൻസ് നമ്മൾ മൂന്നെണ്ണം പറഞ്ഞിരുന്നു. ഓട്ടോക്ലേവ്, സ്റ്റീം സ്റ്റെറിലൻറ്റ്, എത്തിലിൻ ഓക്സൈഡ് ആൻഡ് പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. സ്റ്റീം സ്റ്റെറിലൻറ്റ് എവിടെ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞത്? സ്റ്റീം റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യും. ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. മൈക്രോബയോളജി ലബോറട്ടറി ഫോർ കൾച്ചർ മീഡിയ പ്രിപ്പറേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. യൂസ്ഡ് ബൈ CCD ഫോർ സ്റ്റെറിലൈസിങ് ഓൾ ക്രിട്ടിക്കൽ ആൻഡ് സെമി ക്രിട്ടിക്കൽ ഐറ്റംസ്. എത്തിലിൻ ഓക്സൈഡ് എന്തിനായിരിക്കും ഹീറ്റ് ചെയ്യുന്നത്? ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇവിടെ മോയ്സ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ മോയ്സ്റ്റ് ആൻഡ് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് എത്തിലിൻ ഓക്സൈഡ്സ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് സ്യൂച്ചേഴ്സ്, സ്റ്റെൻത്ത്, കത്തീറ്റർ, ഹാർട്ട് ലങ് മെഷീൻ കമ്പോണൻറ്റ്സ്, റെസ്പിറേറ്റേഴ്സ് എക്സെട്ര. പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ യൂസ്ഡ് ബൈ CSSD ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് സം പ്ലാസ്റ്റിക്സ്, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് കൊറോസീവ് susceptible metals like arthroscope, micro and vascular instruments. Next is high level disinfectant. High level disinfectants like glutaraldehyde and orthophthaldehyde. Glutaraldehyde എവിടെ യൂസ് ചെയ്യുന്നത്? എൻഡോസ്കോപ്പ് ആൻഡ് സൈറ്റോസ്കോപ്പ്
സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് സ്റ്റെറിലൈസ് ചെയ്യുക, ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട്, ആൻഡ് ഓൾസോ ക്ലീനിങ് ഫ്ലോർ, ഫോഗിങ് സർഫസ് ഓഫ് ക്രിട്ടിക്കൽ ഏരിയാസ് എക്സെട്ര ലൈക്ക് ഓപ്പറേഷൻ തിയേറ്റർ. ഓർത്തോ ഫോസ്ഫാൽഡിഹൈഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഓർത്തോഫ്താൽഡിഹൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റെറിലൈസേഷൻ എൻഡോസ്കോപ്പി ആൻഡ് സിസ്റ്റോസ്കോപ്പി എക്സെട്ര. Next is peracetic acid. And peracetic acid used to sterilize medicals like endoscopy, arthroscopes, etc. Then hydrogen peroxide, they are used to disinfect and fogging, surface disinfection and fogging, contact lens disinfection, fabrics, ventilators, endoscopes, etc. ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോളൊക്കെ ഇൻ്റർമീഡിയറ്റ് ലെവൽ ഡിസിൻഫെക്റ്റിംഗ്. ആൽക്കഹോൾ ആണെങ്കിൽ ഹാൻഡ് ഡ്രോപ്സ് ആൻറ്റിസെപ്റ്റിക്സ് ആയിട്ട് യൂസ് ചെയ്യും. ആൻറ്റിസെപ്റ്റിക്സ് മീൻസ് ദീസ് ആർ ദ ഡിസിൻഫെക്റ്റൻസ്. ദോസ് ആർ ഡിസിൻഫെക്റ്റൻസ് യൂസ്ഡ് ഇൻ ബോഡി സർഫസ്. അതാണ് ആൻറ്റിസെപ്റ്റിക്സ്. Then used for disinfection of small non-critical items like thermometers, stethoscope, etc. Phenolic compounds used as surface disinfectant in hospitals like Cresol, Lysol, etc. പിന്നെ ക്ലോറിൻ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ്. ഡിസിൻഫെക്ഷൻ ഓഫ് പോർട്ടബിൾ വാട്ടർ സപ്ലൈസ് അതിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സോഡിയം ഹൈഡ്രോക്ലോറൈഡ് ഈസ് യൂസ്ഡ് ഇൻ ഡിസിൻഫെക്റ്റ് ഇൻ ഡിസ്കാർഡിംഗ് ജാർസ്. ഇതുകൂടാതെ ലോ ലെവൽ ഡിസിൻഫെക്റ്റൻസ് നേരത്തെ പറഞ്ഞിരുന്നു. ക്വാട്ടനറി അമോണിയം കോമ്പൗണ്ട്സ് ആൻഡ് ക്ലോർഹെക്സിലിൻ ഗ്ലൂക്കോണേറ്റ് ആണ്. ക്ലോർഹെക്സിലിൻ ഗ്ലൂക്കോണേറ്റ് ഉണ്ടെങ്കിൽ ഹാൻഡ് ഡ്രോപ്പ്, ഹാൻഡ് വാഷ് ആയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സിമിലർ ടു ദാറ്റ് ഓഫ് ആൽക്കഹോൾ, സിമിലർ യൂസാണ് വരുന്നത്.